സാറിന്റെ കാരുണ്യം കൊണ്ട് ഇവിടുത്തെ എല്ലാ കുട്ടികൾക്കും നല്ലോണം ഭക്ഷണം കഴിക്കാനും നല്ല തുണി ഉടുക്കാനും പിന്നെ പഠിക്കാനും പറ്റുന്നുണ്ട്. സാറാണ് ഇവിടുത്തെ കുട്ടികളുടെ ഫേവററ്റ് അധ്യാപകൻ. ഓയ്യോ, സന്തോഷം. എല്ലാം ദൈവത്തിന്റെ കൃപ കാരണമാണ്, അല്ലാതെ ഞാനൊന്നും പ്രത്യേകമായി ചെയ്തിട്ടല്ല. നാളെ എനിക്ക് കമ്പനി മീറ്റിംഗ് ഉണ്ട്, അതാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ വന്നത്. എന്നാ ഞാൻ പോട്ടെ. ഓ ശരി സാർ. ഗുഡ് മോർണിംഗ് സാർ. ഇരിക്കും മക്കളെ. ഓക്കെ, ഇന്നലത്തെ പരീക്ഷയുടെ റിസൾട്ട് ഞാൻ പറയാൻ പോവാണ്. സോ ഏറ്റവും ഹയസ്റ്റ് മാർക്സ് കിട്ടിയിരിക്കുന്നത് തേജസ്സിനാണ്. താങ്ക് യു സാർ. മോനെ, എന്നെ പീരീഡ് കഴിഞ്ഞ് മോൻ കാണുന്നു കേട്ടോ. സാർ എന്നെ വിളിച്ചായിരുന്നോ? ഞാൻ നിന്നോട് 100 വട്ടം പറഞ്ഞതല്ലേ, എന്നെ സാർ എന്ന് വിളിക്കണ്ട, അങ്കിൾ എന്ന് വിളിച്ചാൽ മതി. സോറി അങ്കിൾ. ഇപ്രാവശ്യം മിടുക്കനായി മാർക്ക് മേടിച്ചല്ലോ. മോൻ പറ, മോൻ ആരാവാനാണ് ആഗ്രഹം? എനിക്ക് വലിയൊരു ബിസിനസ് മാൻ ആവണം. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്നും ഒരു ബിസിനസ് മാനിന്റെ സ്ഥാനത്ത് നിന്നും കൂടി പറയുവോ? മോൻ നന്നായി വരും. നീ ഒരിക്കൽ ബിസിനസ് സാമ്രാജ്യം കീഴടക്കും. അതിനുള്ള ശക്തിയും കരുത്തും മോനുണ്ട്. എന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും കൂടെയുണ്ട്. താങ്ക് യു അങ്കിൾ. ഞാൻ അങ്കിളിന് വേണ്ടിയെങ്കിലും ഒരു സക്സസ്ഫുൾ ബിസിനസ് മാൻ ആവും, ഉറപ്പ്. ഹലോ മോനെ തേജസേ, നീ കാനഡയിൽ നിന്ന് നാട്ടിലേക്ക് പെട്ടെന്ന് വരണം. എനിക്ക് ആവശ്യമായ ഒരു കാര്യം പറയാനുണ്ട്. ആ ഓക്കെ അങ്കിൾ. എറിക്, ഇന്ന് തൊട്ടുള്ള 1 വീക്ക് മുഴുവനുമുള്ള ഷെഡ്യൂൾ ക്ലിയർ ചെയ്തേക്ക്. എനിക്ക് നാട്ടിൽ പോകണം. ബട്ട് വൈ സർ? ഒരു ഇമ്പോർട്ടന്റ് ക്ലയന്റിന്റെ മീറ്റിംഗ് വരുന്നുണ്ടല്ലോ. ക്ലയന്റ് ഒക്കെ വരും പോകും, പക്ഷേ വീച്ച് എന്റർപ്രൈസസിനെ ഇങ്ങനെ നിലനിർത്താൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതൊരൊറ്റ വ്യക്തി കാരണമാണ്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഡേയ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവരെ കണ്ടേ പറ്റൂ. സോറി സർ, ഞാൻ ക്ലിയർ ചെയ്യാം. അങ്കിൾ. മോനെ, നീ വന്നോ? എന്താ അങ്കിൾ, എന്തോ അത്യാവശ്യ കാര്യം പറയണം എന്ന് പറയുന്നു. അത് പറയുന്നതിന് മുൻപ് നീ ഞാൻ ആരാണെന്നറിയണം. എന്റെ ജീവിതം നീ അറിയണം. ജെയ്ക്ക് എന്റർപ്രൈസസ് CEO ആയിട്ടല്ല, ജയകൃഷ്ണൻ എന്ന പച്ച മനുഷ്യന്റെ കഥ നീ അറിയണം. എന്റെ കുടുംബമായിട്ടുണ്ടായിരുന്നത് എന്റെ ഭാര്യ സൃഷ്ടിയും എന്റെ മകനുമാണ്. 20 കൊല്ലം മുൻപ് വെൽ അറേഞ്ച്ഡ് ആയിട്ട് നടത്തിയ കല്യാണം. പക്ഷെ വളരെ പെട്ടെന്ന് നമ്മൾ പ്രണയത്തിലാവുകയായിരുന്നു. അവളൊരു പാവം. എല്ലാവരുമായി നല്ല രീതിയിൽ സംസാരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ്. അവളുടെ ജീവിതത്തിൽ ഒരു മാജിക്കായി കണ്ടിരുന്നവൾ പിന്നെ എങ്ങനെ പ്രണയിക്കാതെ ഇരിക്കും? അവളും ഞാനും വളരെ സന്തോഷത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷെ കല്യാണം കഴിഞ്ഞ് 2 കൊല്ലത്തിന് ശേഷമാണ് ആ അപകടം സംഭവിക്കുന്നത്. ഞാൻ കുടിച്ച അവശനായി ഒരു ഫീമെയിൽ കൊളീഗുമായി ഒന്നിച്ചൊരു രാത്രി കഴിഞ്ഞു. ഞാൻ പൊതുവെ കുടിക്കാറില്ല, എന്നിട്ടും ഞാൻ എങ്ങനെ ഡ്രങ്കായെന്ന് വിചാരിച്ചത് ചെയ്യിച്ചു. പിന്നെയാണ് മനസ്സിലായത് ആ കൊളീഗ് ഞാൻ കുടിച്ച ജ്യൂസിൽ എന്തോ കലക്കി തന്നിട്ടുണ്ടായിരുന്നു എന്ന്. കഴിഞ്ഞത് കഴിഞ്ഞല്ലോ, ഇനി എന്തു ചെയ്യാനാ? ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഞാനത് എന്റെ ഭാര്യയോട് പറയാത്തതായിരുന്നു. അവളിത് കേട്ടപ്പോൾ അത് നെറ്റേച്ചു പോകുമെന്ന് ഭയന്നു. ഞാൻ ആ രാത്രിയെ കുറിച്ചൊന്നും മിണ്ടിയില്ല. 2 കൊല്ലത്തിന് ശേഷം എനിക്ക് എന്റെ ജിത്തുണ്ടായി, ജിതിൻ കൃഷ്ണ. അവനൊരു 15 വയസ്സാവുന്നത് വരെ വളരെ സന്തുഷ്ടയായ ഒരു കുടുംബമായിരുന്നു. പക്ഷെ അന്ന് എന്നെ വശത്താക്കിയ പെണ്ണ് അവളുടെ മകൾ ലിസയുമായി വന്നു. അവൾ ജിത്തുവിനേക്കാൾ 2 വയസ്സ് മൂത്തതായിരുന്നു. എന്റെ സൃഷ്ടിയുടെ ലോകം അന്ന് തകർന്നുപോയി. തന്റെ എല്ലാം കൊണ്ടും പ്രണയിച്ച, തന്റെ ദൈവത്തെ പോലെ കണ്ട ഭർത്താവ് അന്യ സ്ത്രീയുമായി തന്നെ ചതിച്ചത് അവൾക്കൊട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതും 17 കൊല്ലത്തോളം അയാളത് മറച്ചു വെക്കുമെന്ന് അവൾ ചിന്തിച്ചു പോലുമില്ല. കുറച്ചു നാളുകൾക്ക് ശേഷം എന്റെ സൃഷ്ടി സ്വന്തമായി ആർക്കും പോവാൻ പറ്റാത്ത ലോകത്തേക്ക് അവൾ തന്നെ അങ്ങ് പോയി. എനിക്ക് അവളോട് കാര്യങ്ങൾ എന്താണെന്ന് പോലും പറയാൻ കഴിഞ്ഞിരുന്നില്ല. മറ്റേ സ്ത്രീ എന്റെ സ്വത്ത് കിട്ടാൻ വേണ്ടി തിരിച്ചു വന്നതായിരുന്നു.
ഞാൻ കറക്റ്റ് എമൗണ്ട് ഒരു ഷെയർ കൊടുക്കുകയും ചെയ്തു. പക്ഷെ എന്റെ മകൻ, അവൻ എന്നോടുള്ള ഇഷ്ടവും ബഹുമാനവും എല്ലാം പോയി. അവൻ എന്നെ വെറുക്കാൻ തുടങ്ങി. അവന്റെ അമ്മയുടെ മരണത്തിന് കാരണം ഞാനാണെന്ന് വരെ പറയാൻ തുടങ്ങി. ശരിയാ, അവനും ഞാനും ഒരേ കൂരയിൽ 2 ലോകത്തിലായി ജീവിക്കാൻ തുടങ്ങി. മോനെ, ലിസയുടെയോ അവളുടെ അമ്മയുടെയോ പക്കൽ എന്റെ കുട്ടിയെ കൈമാറുന്നത് എനിക്കൊട്ടും ശരിയായിട്ട് തോന്നുന്നില്ല. എനിക്കാകെ എന്റെ സ്വന്തമായ എന്ന് പറയാനും എനിക്കാകെ വിശ്വാസമുള്ളതായും ഒരാൾ മാത്രമേ ഉള്ളൂ. അത് നീയാ. നീ എന്റെ മകനെ വിവാഹം ചെയ്യണം. അവന്റെ ലീഗൽ ഗാർഡിയനായി അവനെ പൊന്നു പോലെ നോക്കണം. ഇതൊരച്ഛന്റെ അപേക്ഷയാണ്. അയ്യോ അങ്കിൾ, ഒരച്ഛന്റെ സ്ഥാനത്ത് എന്നാണ് ഞാൻ അങ്ങേ കണ്ടത്. നിങ്ങൾ ആദ്യമായിട്ടും ഒരുപക്ഷെ അവസാനമായിട്ടും ചോദിക്കുന്നതല്ലേ. എനിക്ക് സമ്മതമാണ്. ഞാൻ അവനെ നോക്കിക്കോളാം, അവന്റെ ലീഗൽ ഗാർഡിയനായിട്ട്. എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല. ആരയാൾക്ക് എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ അവകാശം കൊടുത്തേ? ജിത്തു, ആസ് ആൻ അഡ്വക്കേറ്റ് സോളിസിറ്റർ ഞാൻ പറയുകയാണ്, യു ആർ ജസ്റ്റ് 18. നിനക്ക് ഈ മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ല. അതിനു പകരം ഒരു ട്രസ്റ്റഡ് ബിസിനസ് മാനുമായിട്ടാണ് നിന്റെ കല്യാണവും പ്ലസ് ഈ കമ്പനിയുടെ വർക്കിങ്ങും നോക്കി നടത്തുന്നത്. ഷെയർസ് സ്റ്റിൽ നിന്റെ പേരിലാണ്. സോ റവന്യൂ നിനക്ക് തന്നെയാവും കിട്ടുന്നുണ്ടാവുക. സോ ആക്സെപ്റ്റിംഗ് ദി മാരേജ് വിൽ ബി മച്ച് ബെറ്റർ. നീ ഇപ്പോഴും കുഞ്ഞാണ്. നിനക്ക് ഈ ലോകവുമായി ഇനിയും ഫൈറ്റ് ചെയ്യാറായിട്ടില്ല. ആ ലിസയുടെയും അവളുടെ അമ്മയുടെയും ഈസി ടാർജറ്റായി പോകും നീ. നിന്റെ ജീവിതമേ നശിക്കും. അതുകൊണ്ടാണ്. എനിക്കൊന്ന് ആലോചിക്കണം. നിന്റെ അച്ഛൻ നിന്നെ വിളിച്ചിരുന്നു. ഒന്ന് കാണാൻ ചെന്നേക്ക്. അദ്ദേഹത്തിന്റെ അസുഖത്തെ കുറിച്ചൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. ശരി, നിങ്ങൾ വിളിച്ചെന്ന് ചേട്ടൻ പറഞ്ഞു. മോനെ ജിത്തു, എനിക്കറിയാം ഒരച്ഛനും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഈ അച്ഛൻ ചെയ്തതെന്ന്. ഒട്ടും മാപ്പർഹിക്കാത്ത തെറ്റ്. ഇനി എനിക്കധികം സമയമില്ല മോനെ. ഞാൻ ഇന്നോ നാളെ ഈ ഭൂമിയിൽ നിന്ന് പോവും. പക്ഷെ എന്റെ മകൻ നല്ലപോലെ ജീവിച്ചു കാണാൻ ആണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ജിത്തു, നീ വിചാരിക്കുന്നതിനേക്കാൾ ഏറ്റവും സുരക്ഷയായ കൈകളിലേക്കാണ് ഞാൻ എന്റെ മോനെ ഏൽപ്പിക്കുന്നത്. എന്റെ മോനെ അച്ഛൻ പറയുന്നത് കേൾക്കണം. നീ അയാളെ കാണുക പോലും വേണ്ട. ആ മാരേജ് സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ടാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങൾ നേത്തിക്ക് ചെയ്തോളൂ. ദയവ് ചെയ്ത് നീ എന്റെ അവസാന ആഗ്രഹം നടത്തി തരണം. ഞാൻ ചെയ്യാം. ചിത്തു, അച്ഛൻ പോയി. ചിത്തു, if you want, let it out. It's okay. It's okay. അതുപോട്ടെ, വേറെന്തോ കാര്യമുണ്ടെന്ന് എനിക്കറിയാം. എന്തോ പറയാനുണ്ടല്ലേ? ചേട്ടൻ പറ. നിന്റെ ഭർത്താവ് നിന്നെ കണ്ടാ കൊള്ളാമെന്നുണ്ട്. എനിക്കാരെയും കാണാനൊന്നും താല്പര്യമില്ല. അത് പോയെ. ചിത്തു, പക്ഷേ അയാൾക്കൊരു എഴുത്ത് കൊടുത്തേക്കാം. ഇതാരാ നോട്ട് എഴുതി വെച്ചേക്കുന്നേ? തേജസ്സിന്. എനിക്ക് താൻ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. എനിക്ക് കല്യാണത്തിന് സമ്മതവുമല്ല. ഞാൻ ഒരിക്കലും ഈ കല്യാണത്തെ അംഗീകരിക്കാനും പോകുന്നില്ല. താൻ എൻ്റെ ലീഗൽ ഗാർഡിനോ ഇത് തേങ്ങയോ ആയിക്കോ. പക്ഷെ തന്നെ ഒരിക്കലും ഞാൻ ഭർത്താവായിട്ട് സ്വീകരിക്കില്ല. പ്ലീസ്, ലീഗൽ ഗാർഡിയൻ എന്ന പേരും പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഇടപെടരുത് എന്ന് ജിതിൻ കൃഷ്ണ വാര്യർ. നമുക്ക് പോവാം. പോകുന്നതിന് മുൻപേട്ടാ, എനിക്കെല്ലാം അറിയണം. പ്ലീസ്. അറിയാനൊന്നുമില്ല തേജു. അതെ, അവൻ നിന്നിൽ നിന്ന് സ്പേസ് ചോദിച്ചിരുന്നു. പക്ഷെ നീ നേരെ കാനഡയിലേക്ക് പോയി. ആ കുട്ടി അവന്റെ കോളേജിലെ ഫസ്റ്റ് ഇയറിലായിരുന്നു. അതും 18 വയസ്സ് മാത്രം. ജീവിതത്തിന്റെ ഏറ്റവും മോശം വശങ്ങളാണ് ആ കുട്ടി കണ്ടിട്ടുള്ളത്. 15 വയസ്സ് തൊട്ടേ ആ കുഞ്ഞ് നെഗറ്റിവിറ്റി മാത്രമേ കണ്ടിട്ടുള്ളൂ. അവന്റെ അമ്മ മരിച്ചുപോയി, അച്ഛനുമായുള്ള ബന്ധം നശിച്ചു. അതിന്റെ ഇടയിൽ അവൻ +2 പഠിക്കുമ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു.
ആ റിലേഷൻഷിപ്പ് വലിയ കാര്യമില്ലെങ്കിലും ആ കുട്ടി ആ ചെറുക്കനെ വിശ്വസിച്ചു. പക്ഷെ ചിത്തുവിന്റെ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം പുറകെ നടന്നൊരു തെണ്ടിയായിരുന്നു അവൻ. ചിത്തുവിന് ഇതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്ന് കണ്ടപ്പോ ആ ചെറുക്കൻ ചീറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാനാണത് കണ്ടുപിടിച്ച് ചിത്തുവിനെ ഏൽപ്പിച്ചത്. അവന് നിന്നോട് ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഉണ്ടായിരുന്നില്ല തേജു. പക്ഷെ കുഴപ്പം, നീ അവന്റെ അച്ഛന്റെ വിശ്വസ്തനാണെന്ന കാര്യം അവൻ അറിയാം. അവന്റെ അച്ഛനുമായി ബന്ധമുള്ള എല്ലാവരോടും അവന് വെറുപ്പായിരുന്നു. അപ്പോഴേക്കും ആ മനുഷ്യനും പോയി. എത്ര വെറുത്താലും അച്ഛനല്ലേ. പാവം തകർന്നുപോയി. 18 വയസ്സിൽ ആ കുട്ടി ഒറ്റക്കായിരുന്നു. അവന് കല്യാണം വേണ്ടാതിരുന്നതിന്റെ കാരണം അവൻ റിലേഷൻഷിപ്സും മാരേജും കമ്മിറ്റ്മെന്റ്സും എല്ലാത്തിനോടുമുള്ള വിശ്വാസം നിലച്ചിരുന്നു. നിന്നോട് സ്പേസ് ചോദിച്ചപ്പോഴേക്കും നീ പോയി 2 കൊല്ലത്തേക്ക് അവനെ കുറെ വേലക്കാരുടെ അടുത്തേക്കാക്കിയിട്ട്. നീ തന്നെയാണ് അവന്റെ ഇപ്പോഴത്തെ വെറുപ്പ് ചിന്തകൾ ശക്തിയാക്കിയത്. നീ ഇവിടെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ മാരേജ് സക്സസ് ആയനെ. അവൻ നന്നായനെ. അവന് ജീവിക്കാൻ അറിയില്ല, ഒരു പറഞ്ഞു കൊടുക്കാനില്ല, എങ്ങനെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നേരിടണം എന്നറിയില്ല. അവരിതൊക്കെ ഡീൽ ചെയ്തതും അടികൂടിയും മറ്റുള്ളവരെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞും മറ്റുള്ളവരോട് റൂഡായി പെരുമാറിയും ലോകത്തിൽ നിന്ന് ഒറ്റയ്ക്ക് മാറി താമസിച്ചും ഒക്കെ ആയിരുന്നു. അവനിപ്പോഴും ആ 15 വയസ്സുകാരന്റെ മനസ്സാ. 20 വയസ്സാണെന്ന് പറഞ്ഞ് നടക്കുന്നതേ ഉള്ളൂ. അവന് വേണ്ടത് അറ്റൻഷനാണ്, കുറേ അറ്റൻഷൻ, പിന്നെ സ്നേഹവും ലാളനയും. അവന്റെ നഷ്ടപ്പെട്ടു പോയ 5 കൊല്ലത്തെ നീ തിരിച്ചെടുക്കണം തേജു. നിനക്കാണ് അതിന്റെ ചുമതല. അവന് ചീറ്റിങ് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ അവൻ എപ്പോഴും നിന്നെ മിസ് യൂനയുടെ കൂടെയാണ് കണ്ടിരുന്നത്. അത് കുഴപ്പമില്ല. പക്ഷെ ഇന്നലെ രാത്രി നീ ചെയ്തത് അത് ചീറ്റിങ് തന്നെയായിരുന്നു തേജു. നിനക്ക് എങ്ങനെ തോന്നി? അത് അവനവല്ലാതെ മറ്റൊരാളായിരുന്നെങ്കിലോ? എനിക്കറിയില്ല തേജു അവൻ എന്താ ചിന്തിക്കുന്നതെന്ന്. നീ ഇങ്ങനെ മിണ്ടാതെ. ചെറിയ മോൻ വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിച്ചേട്ടാ. ജിത്തു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ട്. നീ ചിന്തിക്കുന്ന. ചേട്ടാ, ഞാൻ എന്റെ ഭർത്താവിനോട് സംസാരിക്കാൻ വന്നതാ. ഞാൻ പോയിക്കോട്ടെ? നമുക്ക് മുകളിലത്തെ റൂം യൂസ് ചെയ്യാം ഇഫ് യു വാണ്ട്. ഓൾ ദ ബെസ്റ്റ് തേജു. ഈ ഡിവോഴ്സ് നടക്കാൻ വിടരുത്. ഇപ്പൊ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാലോ. ഇനി ഒരു കുഴപ്പവുമില്ലാതെ സൈൻ ചെയ്തോളൂ. ഹലോ തേജസ് വംശീന്ദ്ര, ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. Sign the divorce papers. എനിക്ക് പോണം. What the hell are you doing? ഈ കേസൊക്കെ എന്ത് രസമാണ് നിന്റെ സ്കിന്നിൽ കിടക്കുന്നത് കാണാൻ. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ നിന്നെ ഇപ്പോൾ മീറ്റ് ചെയ്യുകയാന്ന്. ഈ മയിലുകളെ നിർത്തിയിട്ട് പേപ്പർ ഒപ്പിടാൻ നോക്ക്. ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യില്ല. നിങ്ങൾക്ക് എന്നോട് ഫീലിങ്സ് ഉള്ള പോലെയുള്ള ഈ കളി നിർത്തിക്കോ. നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്തതല്ലേ കഴിഞ്ഞ രാത്രി, മറന്നുപോയോ? ഹൗ യു വർ ടു ഹാവ് സെക്സ് വിത്ത് മീ. അതിന്റെ കൂടെ എന്റെ റേറ്റും ചോദിച്ചില്ലേ? പേ വരെ ചെയ്ത് ഞാൻ വന്നേക്കുന്നു. ഹൗ ഡെസ്പറേറ്റ്. എനിക്കിപ്പോൾ മനസ്സിലായി എത്ര നിറങ്ങളുള്ള രാത്രിയാണ് നിങ്ങൾക്കുള്ളതെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളൊരു രാത്രി എത്ര പേ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന് പറയാമോ? അല്ല അറിയാനാണേ. ഞാൻ നിന്നോട് ചെയ്തതിനെല്ലാം ഞാൻ മാപ്പ് ചോദിക്കാം. എന്നെ നീ ഫോർഗീവ് ചെയ്യണ്ട. എത്ര വേണമെങ്കിലും റിവെഞ്ച് എടുത്തോളൂ. പക്ഷെ എന്നെ നീ ചീറ്റർ എന്ന് വിളിക്കരുത്. ഞാൻ ഇതുവരെ നിന്നെ ചീറ്റ് ചെയ്തിട്ടില്ല. മതി പറഞ്ഞത്. എനിക്കൊരു ചീറ്ററിന്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല. നിനക്ക് എതിർക്കാൻ പറ്റുമോ? നീയും അയാളെ പോലെ തന്നെയാ. വലിയ വിശ്വസ്തനായിരുന്നില്ലേ? അതിൽ നിന്നും പഠിച്ചതായിരിക്കും. കൂടെ ഒരാളെ നിർത്തി പുറത്തുള്ളവരുടെ കൂടെ കിടക്കാൻ മടിക്കാത്ത ചേറ്റകൾ. നീയല്ലേ ആദ്യം കിസ് ചെയ്തേ? നീയല്ലേ ഇതൊക്കെ ആദ്യം തുടങ്ങി വെച്ചേ? അതെ, ഇന്നലെ ഞാൻ നീയുമായി എല്ലാം ചെയ്യാൻ നോക്കി, ശരി തന്നെ. ഞാൻ പണം വേണമെന്ന് ചോദിച്ചത് നിനക്കത് വേണ്ടി വരുമെന്ന് കരുതിയിട്ടാണ്. ഞാനും ഒരു മനുഷ്യനല്ലേ. ആ ഹോട്ടലിൽ നിന്ന് ആദ്യമായി നീ കിസ് ചെയ്തപ്പോൾ ഞാൻ കുടിച്ചിട്ടായിരുന്നു ഉള്ളത്.
എനിക്ക് പകരം വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ നീ ആളെ കിസ് ചെയ്യില്ലേ? അപ്പൊ അത് ചീറ്റിംഗ് അല്ലേ? ശരിയാ, ഞാനായിരുന്നു എപ്പോ നിന്നോട് തല്ലുണ്ടാക്കിയേ. ഞാൻ നിന്നെ കുറെ ഇൻസൾട്ട് ചെയ്തു. കാരണം എനിക്ക് നിന്നോട് മുഴുത്ത ദേഷ്യമായിരുന്നു. കാരണം ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടി വെച്ചിരുന്ന ഫസ്റ്റ് കിസ് നീ കൊണ്ടുപോയി. പക്ഷെ നിനക്ക് റിവെഞ്ച് എടുക്കാനും എന്നെ ശിക്ഷിക്കാനുമുള്ള എല്ലാ അർഹതയും ഉണ്ട്. ട്രസ്റ്റ് മീ, നിന്റെ കല്യാണം കഴിച്ചതിന് ശേഷം ഇതുവരെ ഞാനൊരു വൺ നൈറ്റ് സ്റ്റാൻഡിന് പോലും പോയിട്ടില്ല. എനിക്കറിയാമായിരുന്നു നീ എത്രത്തോളം ചീറ്റിംഗ് വെറുക്കുന്നുണ്ടെന്ന്. നീ അല്ലാതെ മറ്റൊരു സ്ത്രീയെയോ ഒരു പുരുഷനെയോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഇത് പറ്റുകയില്ല. നിങ്ങളുടെ എക്സ്പ്ലനേഷൻസ് ഒക്കെ കയ്യിൽ വെച്ചു. എനിക്ക് ഡൈവോഴ്സ് മതി, കല്യാണം വേണ്ട. ഏട്ടൻ പറഞ്ഞ ശരിയാ. കുഞ്ഞാണ്, ഇമ്മച്ചുവറാണ്, കുറെ സ്നേഹമില്ലാണ്ട് ടെൻഷൻ വേണം. ഫസ്റ്റ് ഓഫ് ഓൾ, നിനക്ക് എനിക്കെതിരെ ലീഗലി കേസ് ചെയ്യാൻ പറ്റത്തില്ല അൺടിൽ ഇഫ് ഇറ്റ്സ് എ മ്യൂച്വൽ ഡിവോഴ്സ്. എനിക്കെതിരെ എന്ത് കൊടുക്കും? കേസ് നീണ്ടുപോകത്തേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഉണ്ട്. ഞാൻ നിനക്ക് 3 മാസം തരും. നിന്റെ പേജസ് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഫ്രം ബിസിനസ് ടു വീഡിയോ എഡിറ്റിംഗ് ആൻഡ് ഫോട്ടോഗ്രാഫി. ഹോൾ ഇയർ സിലബസ് 3 months കൊണ്ട് നീ തീർക്കണം. നീ ഇപ്പൊ വീണ്ടും ഫസ്റ്റ് ഇയർ ഫൈനൽസിലായിട്ടാണുള്ളത്. ദ തിങ് ഈസ് യു ഹാവ് ടു ടോപ്പ് ദി എക്സാംസ്. ഞാൻ നിന്നെ പഠിക്കാൻ സഹായിക്കും. ഞാനും കാണട്ടെ നീ എങ്ങനെ ജീവിതത്തിലെ പ്രശ്നങ്ങളോട് പൊരുതുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് ഡിവോഴ്സ് തരും. കഴിഞ്ഞോ? എനിക്ക് കാര്യം പറ. സീരിയസ് ആയിരുന്നോ? ഒരു കാര്യം പറഞ്ഞേക്കാം, ഭർത്താവാണ്, അല്ലാതെ തന്തയല്ല. ഇന്നതൊരു ഊമ്പിയ കളിയായിട്ട്. എനിക്കിതിനൊന്നും സമ്മതമല്ല. എനിക്ക് ഡിവോഴ്സ് വേണം, അത്രേ ഉള്ളൂ. ഞാൻ നോക്കട്ടെ ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ചെല്ലുമത്തെ, നീ ഇവിടെ തന്നെ എന്റെ കൈകളിന്റെ ഇടയിൽ ഈ തേജസ് കൊണ്ടുവരും. നമുക്ക് കാണാം. സോ ഈ എപ്പിസോഡും അന്ത്യം വരിച്ചിരിക്കുകയാണ്. എന്തായാലും സീക്രട്ട് ഹസ്ബൻഡ് 4ാമത്തെ എപ്പിസോഡ് ഞാൻ കണ്ടു. എന്താ അറിയിച്ച്. താങ്ക് യു ഗൈസ്. പ്രതീക്ഷിച്ചിട്ടേ ഇല്ല എത്ര റീച്ച് കിട്ടുമെന്ന്. ആൻഡ് ദ തിങ് ഈസ്, ഞാനിപ്പം എനിക്ക് കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടാണുള്ളത്. സോ വീഡിയോസ് വരാൻ ശകലം ലേറ്റാണ്. ചിലപ്പം ഒരാഴ്ചയിൽ ഒന്നോ അല്ല 1.5 ആഴ്ചയിൽ ഒന്നോ അതിലേക്ക് ചുരുങ്ങിയേക്കാം. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം പഠിക്കാനുണ്ട്, കുറേ എഴുതാനുണ്ട്, അസൈൻമെൻറ്റ്സ് ഉണ്ട്, എൻജിനീയറിംഗ് ആണ്. ഞാനിവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. ഇത്രയും സപ്പോർട്ടും സ്നേഹം തന്നതിന് വളരെ നന്ദിയുണ്ട്. ലവ് യു മിസ്. ബൈ ഗൈസ്.